ഇന്ന് നല്ലൊരു ദിവസം കൂടിയാണ്. ഈസ്റ്ററിൻ്റെ ദിവസത്തിൽ ഇന്ന് സമുദ്രത്തിൽ രണ്ടാമത്തെ പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ നമ്മുടെ ഈ കൂട്ടുകുടുംബത്തിൽ എത്തിച്ചേരുകയും പരിപാടിയിൽ സംബന്ധിക്കുകയും ചെയ്തിട്ടുള്ള ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ കൂടിയായ രഞ്ജിനി മേഡവും, അതുപോലെ ആദ്യമായി ഇന്ന് സമുദ്രത്തിൽ എത്തിച്ചേർന്ന ഡോക്ടർ റീത തോമസും നമ്മൾ ഈസ്റ്റർ ദിവസത്തിലെ വൈകുന്നേര സമയങ്ങളിൽ ഈ കുടുംബത്തിലെത്തുകയും നിങ്ങളുമായി സംവാദിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി രണ്ട് വാക്കുകൾ സംസാരിക്കാനും വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രജനി മേഡം ആർമിയുടെ ഒരു ഓഫീസർ കൂടിയാണ്. ഇതുപോലുള്ള ക്ലാസ്സുകൾ നയിക്കുവാനും അതിനുപരി കുട്ടികളെ സംരക്ഷിക്കുവാനും കഴിഞ്ഞിട്ടുള്ള വലിയൊരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ്. ഇന്ന് നമ്മുടെ കൂട്ടുകുടുംബത്തിലെത്തുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന പലഹാരങ്ങളും കൂടി വാങ്ങിക്കൊണ്ടാണ് ഇവർ രണ്ടുപേരും ഈ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈസ്റ്റർ ദിനത്തിൽ അവരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈസ്റ്റർ പ്രമാണിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം എന്താ ഓക്കെ, അപ്പം പാട്ട് ഇഷ്ടമാണോ? ഏറ്റവും നന്നായിട്ട് ഇവിടെ പാട്ട് പാടുന്ന ആരാ? പാടും. അപ്പം നമുക്കൊരു അന്താക്ഷരിയിൽ തുടങ്ങിയാലോ? ഓക്കെ, അപ്പം ഞാൻ ആദ്യം തുടങ്ങാം, എന്നിട്ട് അതിൻ്റെ അവസാന അക്ഷരം കൊണ്ട് പാടണം. റെഡിയാണോ? ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. തന്നെന്നം താനെന്നം താളത്തിലാടി ദാരക്കുമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാന കുന്നിൻ്റെ ഓമനകൾ കാറ്റിലെ കിങ്ങിണികൾ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ ഈ ടീം എ മാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ 10 പോയിന്റ്സ്. വെരി ഗുഡ്. കടമിഴിയിൽ കമലദളം കപിടണയിൽ സിന്ദൂരം പൂനയിൽ പൊന്ന ഇല്ലിപ്പുമാരൻ്റെ വെള്ളിക്കിണ്ണം അതിലാരോ ഒളിച്ചു വെച്ചു മുക്കുറ്റി കമ്മലിടും പൂത്താരങ്ങൾ സഖിമാരെ മറഞ്ഞു വെച്ചു. അത്രയും നല്ലതായിട്ട് പാടിയില്ലേ അല്ലേ? കൈ കൊട്ടിയില്ലെങ്കിൽ പോയിന്റ്സ് ഇല്ല അല്ലേ മാം? ഓക്കെ, ടീം ബി. അപ്പോൾ ഇവിടെ ആരാ പാടുന്നേ? മാനസവനികയിലാരവമിളകിയ നടനം തിനതിന്ത തിന്തനന തിന്തനന തിരണ ഇനിയും പ്രണയം ഇടരാ കനകനിലാവേ തുയിരുണരൂ തരളവസന്തം വരവായി. മാമ്പഴമാകട്ടെ എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടെ തേനിൽ കുളിച്ചാലോ കാക്കവിളി ചില്ലേടി എൻ്റെ പൊന്നാരെ കാക്കവിളി ചില്ലേടി. അടിപൊളി അടിപൊളി. പക്ഷെ വാ ചേർത്തായിരുന്നു പാടുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല, ഒരു 5 പോയിന്റ് കൊടുക്കുന്ന. ചേട്ടൻ്റെ പേരെന്താ? ലാലബൻ. ഓക്കെ, ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ? ചുമപ്പ്. ഓക്കെ, ഇവിടെയോ? വെള്ള. ഓക്കെ, ഇവിടെയോ? ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ? എന്താ? ഓക്കെ, ഇനി എന്താ, നമുക്ക് ഒരു ചെറിയ ക്ലാസ് കേട്ടാലോ? ക്ലാസ് കേൾക്കാൻ ഇഷ്ടമാണോ പാട്ട് പാടാനാണോ ഇഷ്ടം? ക്ലാസ് കേൾക്കാൻ ഇഷ്ടമാണോ? സത്യം പറയണം. ഓക്കെ, എന്താ? രണ്ടും ഇഷ്ടം. യു സ്പീക്ക് ഇംഗ്ലീഷ്? നോ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നൈസ്. ഓക്കെ, അപ്പോൾ 15 മാർക്ക് ടീം സിക്ക്, 20 മാർക്കിലാണ്. ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ്. ഓക്കെ, റെഡിയാണോ? അപ്പോൾ ഒരു ജനറൽ നോളജ് ചോദിക്കട്ടെ. ഹു ഇസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്?
ഇവിടെയാണ് ആദ്യം ആൻസർ പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു റൈറ്റ് ആൻസർ 10 points. ഓക്കെ മാം നോട്ട് ചെയ്യുന്നുണ്ടോ? ടീം ബി 30 points. ഓക്കെ ഗുഡ്. ഓക്കെ, പാട്ട് വേണോ, ക്വസ്റ്റ്യൻ വേണോ, എന്താ വേണ്ടേ? പാട്ട്. ഓക്കെ, ഈ പാട്ട് ആരാ പാടിയെന്ന് പറയണം. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോട് നീ. വെരി ഗുഡ്. ഓക്കെ, യേശുദാസ്. അപ്പം റൈറ്റ് ആൻസർ. അപ്പം 10 point ഇവിടെ. നന്നായിട്ട് ക്ലാപ്പ് ചെയ്യണം. നന്നായി ആൻസർ പറയുന്നില്ലേ, ഒന്ന് ക്ലാപ്പ് ചെയ്തേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ലിറ്റിൽ മാസ്റ്റർ ആരാണ്? 20 മാർക്കാണ്. 20 മാർക്ക്. സച്ചിൻ ടെണ്ടുൽക്കർ. ഇറ്റ്സ് എ റോങ് ആൻസർ. ഐ എം സോ സോറി. ധോനി. അബ്സല്യൂട്ട്ലി റോങ് ആൻസർ. ഇവിടെ ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. വീഡിയോഗ്രാഫർ. ആരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ലിറ്റിൽ മാസ്റ്റർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം? സുനിൽ ഗവാസ്കർ. ആരും ആൻസർ പറഞ്ഞില്ല, അപ്പോൾ എനിക്ക് തന്നെയാണ്. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ക്രിക്കറ്റിൽ നിന്ന് ചോദിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് ജയിച്ചത്, ആദ്യമായി വേൾഡ് കപ്പ് ജയിച്ചത് ഏത് ടീമിനെതിരെയാണ്? 20 marks. വെസ്റ്റ് ഇൻഡീസ്. അബ്സല്യൂട്ട്ലി റൈറ്റ് ആൻസർ. ഒരു ഹൈഫൈ. ഗ്രേറ്റ്. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഗുഡ് ഗുഡ് ഗുഡ്. ഇതാരാ പാടിയെന്ന് പറയണം. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് തരാം. 2-3 പേരുടെ പേര് പറയും പാടിക്കഴിഞ്ഞ്. ഓക്കെ, ആർക്ക് വേണമെങ്കിലും പറയാം കേട്ടോ, മാമിനും പറയാം. പൂവസന്തം പൊന്നുപോഷും മലർക്കിനാവിൽ തൂവലാലേ അമ്പിളിപ്പൊൻ മഞ്ചമുന്നിൽ നിനക്കു മൂടാൻ പുതപ്പു നൽകാം. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ. ആര് പറയും? പപ്പയുടെ സ്വന്തം. നേരെ ഇരിക്കുക, എല്ലാവരും നേരെ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കാതെ നേരെ ഇരിക്കുക. ഓക്കെ, അപ്പം നമുക്കൊരു ചെറിയ എക്സസൈസ് ചെയ്താലോ? റെഡിയാണോ? ഓക്കെ. അയ്യോടാ, ഒന്ന് പറ. ഞാൻ അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് വരുവാ. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഒരു എക്സസൈസ് ചെയ്യാം. 1 2 3 എന്ന് പറയുമ്പോൾ ഡീപ്പ് ബ്രീത്ത് എടുക്കണം. അതിനെന്താ, ശ്വാസം എടുക്കണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2. ആരും അനുസരിക്കുന്നില്ല. എല്ലാവർക്കും 5 മൈനസ് പോയിന്റ് കൊടുത്തേ മാം. Easter, I think, is about the human spirit, how to kind of overcome any obstacle that has been haunting you for a while. Like obviously Jesus being the Son of God, even though he was, God tested him. Like even he, dog's son, has the spirit so that he can put Jesus on his right side. So a small gift on Easter. Hello, thank you. എല്ലാവർക്കും തരാം. പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കാ കൂടുതൽ. ഓക്കെ, ഏത് പാട്ടാ വേണ്ടേ? കണ്ണാൻ തുമ്പി പാടട്ടെ? എല്ലാവരും നേരെ ഇരിക്കാമെങ്കിലേ പാടത്തുള്ളൂ. നന്നായിരുന്നേ എല്ലാവരും. ഇങ്ങനെയല്ല, ചിരിച്ചോണ്ടിരിക്കണം. അതെനിക്കറിയത്തില്ല. കണ്ണാൻ തുമ്പി പാടാം കേട്ടോ. വെള്ളാം കല്ലിൽ ചില്ലും കൂടിന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നും എന്തേ തൊള്ളാത്തു വാവേ വാവാച്ചി. കുന്നിക്കൂറ് കുത്തിനുള്ളി പറിച്ചിട്ട് മിന്നിക്കൂറുത്തോരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടു തരാം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതിൽ നിന്നുള്ളിൽ പൂക്കാലം
റൂബൽ സിംഗ്. ഞാൻ പണ്ട് തിക്കര CDPയുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ നേരത്തെ മുതലേ ആളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഇടപെട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു ദിവസം വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നപ്പോഴേ നമ്മുടെ കൂട്ടുകാരി പറഞ്ഞു നമുക്ക് ഒരു വയോജനങ്ങളുടെയൊക്കെ, അതായത് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉള്ള സ്ഥാപനത്തിൽ പോകണം എന്ന് അറിയിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് വിളിക്കാൻ പറ്റിയ ഒരാളെന്നുള്ള നിലയിലാണ് നിങ്ങളുടെ ആ ചെയർമാനെ വിളിക്കുകയും, അപ്പോൾ ഞങ്ങൾ 3 മണിക്ക് വരാമെന്നാണ് വിചാരിച്ചിരുന്നപ്പോൾ കല്യാണത്തിന് വേണ്ടി വന്നപ്പോൾ താമസിച്ചു പോയി. എന്തായാലും നിങ്ങളോട് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റി, വലിയ സന്തോഷം തോന്നുന്നു. പക്ഷേ വലിയ കലാകാരന്മാരാണ്. ഞാൻ നിങ്ങളുടെ ചെയർമാനോട് പറയുമായിരുന്നു ശരിക്കും ഒരു ഗാനമേള ട്രൂപ്പോ എനിക്കൊന്ന് അതിൻ്റെയൊക്കെ ആലോചന ഉണ്ടെന്ന് തോന്നുന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള പേരിൽ തന്നെ ഒരു വലിയൊരു ടീം തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. ആൾക്കാർ മുഴുവനുണ്ട് അല്ലേ? എല്ലാവരും കലാകാരന്മാരാണ്. ഇത്രയും പാട്ടുകൾ പാടി എനിക്ക് സത്യം പറഞ്ഞാൽ 2 വരി പോലും പാടാനുള്ള കഴിവില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങളെല്ലാം നല്ല പാട്ട് പാടുന്നുണ്ട്. അതിനൊക്കെ ശാസ്ത്രീയ സംഗീതമൊക്കെയാണെന്ന് തോന്നുന്നു. എല്ലാവരും വലിയ കലാകാരന്മാരാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഈ ഒരു സായാഹ്നം വളരെ സന്തോഷപ്രദമാക്കി തന്നതിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ നിങ്ങളുടെ ചെയർമാനും കുടുംബത്തിനും ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും, ഇപ്പോൾ ഇവിടെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സന്തോഷ ദിനം ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ ഞാൻ വാക്ക് നിർത്തുന്നു. ഇത്ര ഭയങ്കര അടിപൊളി പാട്ടാ. എന്താ പേര് ചേട്ടൻ്റെ? അടിപൊളിയാട്ടോ പാട്ട്. എത്ര നന്നായിട്ട് എല്ലാവരും പാടുന്നുണ്ട്. അപ്പം മാം പറഞ്ഞ പോലെ പ്രത്യേകിച്ച് എനിക്ക് ഐ കുഡ് സീ സംതിങ്, എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പം ഒന്നുമില്ല, ഐ ഹാവ് ലോട്ട് ഓഫ് പ്രേയേഴ്സ്. അല്ല, ഇനിയും കുറേ കാര്യങ്ങൾ, കുറേ ആൾക്കാരെ ഇതുകൂട്ട് ദൈവം അതിനുള്ള ഒരു സ്ട്രെങ്ത് തരട്ടെ എന്നാണ്. ഐ കുഡ് സീ ദാറ്റ് ഇൻ യുവർ ഐസ്. ആ ഒരു സ്പാർക്ക് എനിക്ക് കാണാൻ പറ്റി വെൻ ഐ വാസ് ടോക്കിംഗ് ടു യു. അപ്പം അടുത്ത പ്രാവശ്യം ഇനി അടുത്ത മാസം വന്നാൽ നമ്മൾ വേറെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ റെഡിയാണോ? പടം വരയ്ക്കുന്ന ആരൊക്കെയുണ്ട്? എത്ര പേരുണ്ട്? ഓക്കെ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴത്തേന് യു ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് എ ഗുഡ് സ്പീച്ച്. ഓക്കെ? യാ, about friendship. Yeah, you can. Okay, so അപ്പം താങ്ക് യു സാർ. അതിനേക്കാൾ വലിയൊരു ബ്യൂട്ടിഫുൾ നോട്ട് എനിക്ക് പറയാനില്ല. ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. വിത്തിൻ ഷോർട്ട് നോട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരാനും ആൾക്കാരെ കാണാനൊക്കെ ഇടയാക്കിയത്. സോ താങ്ക് യു. ആൻഡ് ഇനിയും സ്റ്റാഫിനാണെങ്കിലും എന്ത് ക്ലാസ്സസ് ആണല്ലോ, യൂഷ്വലി ഞാൻ കമ്പാഷൻ ഫറ്റീഗ് സ്റ്റാഫുകൾക്കാണ് കുറച്ചുകൂടെ അങ്ങനത്തെയൊക്കെ ക്ലാസ്സസ് ഒരുപാട് എടുക്കാറുണ്ട്. അപ്പം എന്താവശ്യമുണ്ടെങ്കിലും യു ക്യാൻ കോൾ മീ. ഞാൻ കേരളത്തിലുള്ള സമയത്ത് ഹാഫ് ഡേ വന്നിട്ട് എനിക്ക് എന്ത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും ചെയ്യാം. ഫ്രീ ഓഫ് കോസ്റ്റ് ഐ ക്യാൻ ഡു ദാറ്റ്.